ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് ഗ്രേപ്സുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഗ്രേപ്സിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും സെയിം. ഓക്കെ, കുറച്ച് കറുത്ത ഗ്രേപ്സ്, നമ്മുടെ നാടൻ ഗ്രേപ്സ്, അത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഷേക്കാണ്. ഓക്കെ, ഗ്രേപ്സ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഷേക്ക് എന്ന് പറയുന്നില്ല, ഇറ്റ്സ് എ ഗ്രേപ്പ് പഞ്ചാണ്. ഓക്കെ, ഗ്രേപ്സ് കൊണ്ടൊരു പഞ്ച് ഉണ്ടാക്കും. ഗ്രേപ്സിൻ്റെ ഒരു ഫ്രൂട്ട് പഞ്ച് എന്നൊക്കെ നമ്മൾ പറയില്ല, ഇത് എക്സ്ക്ലൂസീവ്ലി ഒരു ഗ്രേപ്സിൻ്റെ പഞ്ച്. അപ്പോൾ 1 കിലോ ഗ്രേപ്സിൽ ഉണ്ടാക്കാൻ പോകണം. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കാണും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഴിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ നോമ്പ് തുറക്കി പറ്റിയ ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ പലതരം പാനീയങ്ങൾ കുടിക്കുന്ന കൂട്ടത്തിൽ ഗ്രേപ്സ് ഹെൽത്തിന് വളരെ നല്ലതാണ്. മുന്തിരിങ്ങ അപ്പോൾ നല്ല എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യമുണ്ട്, പെട്ടെന്ന് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഇനിയും 1-2 കാര്യങ്ങളൊക്കെ ചേർന്ന് ഒരു അടിപൊളി കാര്യമായിട്ട് മാറും. അപ്പോൾ ഒരു 8 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഈ 1 കിലോ ഗ്രേപ്സ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, ഉപ്പിട്ട് കഴുകാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കഴുകി 2-3 വെള്ളം കഴുകി എടുത്തു കഴിഞ്ഞാൽ അണുവിമുക്തമായിട്ട് തന്നെ കിട്ടും. എന്തായാലും അതുപോലെ കഴുകി എടുത്തതാണ്. അത് നോക്കിക്കോളൂ. ഇത് ഭയങ്കര കൂടിയ ഗ്രേപ്സ് അല്ല, സീഡ്ലെസ് അല്ല, സീഡൊക്കെ ഉള്ളതാണ്. അതിനകത്ത് അരിയുണ്ട്. സാധാരണ ഗ്രേപ്സ്. ഇതിപ്പോൾ 1 കിലോ 8 കപ്പ് വെള്ളം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നു. ഇത് 2 കപ്പ് പഞ്ചസാര. ഇത് ഞാൻ അളന്ന് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചിങ്ങനെ പൊട്ടിയൊക്കെ വരും. അത് നന്നായിട്ടൊന്ന് വെന്ത അതിൻ്റെ തോടിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരും. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരും. അപ്പോൾ നമ്മൾ വേവിക്കാനിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പണി. ഇതൊന്ന് നന്നായിട്ട് വെന്ത് പൊട്ടി റെഡിയായി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആകട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാണ്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. 2 കാര്യങ്ങൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കും. ഞാൻ അപ്പോൾ പറഞ്ഞു തന്നാൽ പോരെ? ഇപ്പോഴേ പറയണോ? എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുക. കാര്യം ഒന്ന് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ ഗ്രേപ്സ്, വെള്ളം, പഞ്ചസാര എല്ലാം കൂടി കിടന്ന് തിളച്ചു തുടങ്ങി. ഇതേ നോക്കിയേ, ഈ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടത്തരം ചൂടിൽ അത് വേവിച്ചുകൊണ്ടേ ഇരിക്കണം. 25 മിനിറ്റ് മറക്കണ്ട, 25 മിനിറ്റ്സ്. ഇതേ നോക്കിയേ, വന്ന് നന്നായിട്ട് തിളച്ചിങ്ങനെ മറിയുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു 25 മിനിറ്റ് ഓക്കെ മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോൾ 25 മിനിറ്റ്സ് ഓഫ് വെയിറ്റിംഗ് ടൈമാണ് ഇതിനാകെപ്പാടെ ചിലവാകുന്ന പ്രധാന ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഭാഗമൊക്കെ നമുക്ക് രാവിലെ തന്നെ ചെയ്ത് അരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. എൻ്റെ സെക്കൻഡ് ഹാഫ് നമ്മൾ കഴിക്കുന്നതിന് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്താലും മതിയാകും. അതല്ല നേരത്തെ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ കാര്യമാണ് ഇതും. അപ്പോൾ ആ സമയത്ത് ആണെങ്കിൽ കൂടുതൽ നല്ലത് തണുപ്പിച്ച് ഐസ്ക്രീമൊക്കെ ചേർത്ത് ചെയ്യുന്നില്ല. അപ്പോൾ ടുവേർഡ്സ് എൻഡ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് രാവിലെ ചെയ്യാം. അപ്പോൾ സത്യത്തിൽ നോമ്പ് എടുക്കുന്ന സമയത്ത് വീടുകളിലെ സ്ത്രീജനങ്ങൾക്കെല്ലാം തന്നെ ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ വൈകുന്നേരം കഴിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അവർക്ക് ജലപാനമില്ല, ഒന്നും കഴിക്കുന്നില്ല, എങ്കിലും ഭക്ഷണം പാചകം ചെയ്യണം. അപ്പോൾ അതിൻ്റെ മണവും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രുചി ശരിക്കും അറിയാൻ പറ്റില്ല. ഉപ്പ് നോക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞ ഒരു വ്യത്യാസമല്ലേ ആ രീതിയിൽ നോക്കുമ്പോൾ. പിന്നെ വൈകുന്നേരമാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ രുചിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് പോലും നോക്കേണ്ടി വരില്ലല്ലോ. കറക്റ്റ് പാകമായിരിക്കില്ലേ, എല്ലാവരും കൈ കണക്കല്ലേ. അങ്ങനെയാണ് ശരിക്കും നല്ല ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഉമ്മമാരൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഗ്രേപ്സ് ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു 25 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. 25 മിനിറ്റ്സ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ 25 മിനിറ്റ് സമയം കഴിഞ്ഞ് ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉപയോഗിച്ച ഗ്രേപ്സ് ഒരുപാട് കളറുള്ളതല്ലായിരുന്നു, എനിക്കതാണ് കിട്ടിയത്. കുറച്ചുകൂടി കളറുള്ളതാണെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. നമ്മൾ ഇന്ന് ഉപയോഗിച്ചത് കണ്ടതാണല്ലോ അല്ലേ, കുറച്ച് ഒരു ലൈറ്റ് ഗ്രേപ്സിൻ്റെ കളറേ ഉണ്ടായിരുന്നുള്ളൂ, ഡാർക്ക് അല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് കളർ കുറവുണ്ടോ എന്നൊരു സംശയം മാത്രം. ഇതേ നോക്കി. അപ്പോൾ കഴിഞ്ഞ 25 മിനിറ്റായിട്ട് തിളച്ചുകൊണ്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരുന്ന ഗ്രേപ്സ് നന്നായിട്ട് വെന്ത് പേസ്റ്റി ആയി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാമല്ലോ. ഓക്കെ, പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഓക്കെ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക.
അതിൻ്റെ പൾപ്പായിട്ട് കംപ്ലീറ്റ് എടുക്കണം. കംപ്ലീറ്റ് അല്പം ഒന്ന് തണുത്തിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ചൂടോടുകൂടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്പം ടൈം കൊടുക്കാം വേണമെങ്കിൽ. എന്തായാലും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. ആദ്യത്തെ ഭാഗവും ഇച്ചിരി നേരം വെച്ചിട്ട് അടിച്ചാലും മതി. ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രിയായി ടൈം. ഞാൻ ഇച്ചിരി നേരത്തെ ഷൂട്ടിംഗ് തുടങ്ങിയതാണ്. വേറെയും 1-2 ഐറ്റംസ് എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മളുടെ ഗ്രേപ്പ് ജ്യൂസ് ഈസ് റെഡി. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. അതായത് ഒരു ബ്ലെൻഡർ എടുത്തിട്ട്, ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, 2 റോബസ്റ്റ പഴം എടുക്കാം. ഓക്കെ, നല്ല പഴുത്ത റോബസ്റ്റ 2 എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തതും കൂടി അതുപോലെ തന്നെ. 2 റോബസ്റ്റ പഴം കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഇതിൽ നിന്നും ഈ തണുത്ത ജ്യൂസ് ഉണ്ടല്ലോ, റൂം ടെമ്പറേച്ചറിലായ ജ്യൂസിൽ നിന്നും ഒരല്പം എടുക്കുക. ഇത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഒരു ബ്ലെൻഡിങ് ഇത്ര മതിയാകും തോന്നുന്നു. മതി. അപ്പോൾ കുറച്ച് ഗ്രേപ്പ് ജ്യൂസ്, അതിൻ്റെ കൂടെ കുറച്ച് റോബസ്റ്റ പഴവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അതായത് നന്നായിട്ട് ബ്ലെൻഡ് ആകണം, നന്നായിട്ട് യോജിക്കണം. ഒന്നുകൂടി അടിക്കും. ഇനി ഇതായി കഴിഞ്ഞു, ബ്ലെൻഡ് ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഐസ്ക്രീം. അപ്പോൾ ഈ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഈ ഒരു റെസിപ്പി നമ്മളുടെ മാജിക് അവൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ആ സമയത്ത് ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതല്ലേ, ആ സമയത്ത് ഞാൻ വാനില ഐസ്ക്രീമാണ് ചേർത്തത്. വാനില ആണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ വാനില ഐസ്ക്രീം ഇല്ല. ഇപ്പോൾ കയ്യിലുള്ളത് സ്ട്രോബെറിയാണ്. കുഴപ്പമില്ല, നമുക്കിപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം ആവശ്യത്തിന്, അതായത് ഒരു ബൗൾ നിറച്ചിടാം. സ്ട്രോബെറി ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. അതാകുമ്പോൾ ഒരു പിങ്ക് ആണല്ലോ. ഒരു 2 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml 2 കപ്പ് നിറച്ച് ഐസ്ക്രീം നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ വാനില ആണെങ്കിലാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സ്ട്രോബെറി ആണെങ്കിലും മോശമാവില്ല. വീണ്ടും ബ്ലെൻഡിങ്. ഓക്കെ, നല്ല ബ്ലെൻഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടൊരു ഷേക്ക് പോലെ ആയി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടല്ല, ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ ജ്യൂസിലേക്ക് ഒഴിക്കണം. ഇത് നോക്കി, ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഗ്രേപ്പ് ജ്യൂസായിട്ട് കുടിക്കാമല്ലോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറേ ഐസ് ഇട്ടിട്ട് നല്ല തണുപ്പിച്ച് കുടിക്കാം. അത് ഒരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷനാണ് ഇതുപോലെ നല്ല റിച്ച് ആക്കിയിട്ട്. ഇപ്പോൾ അതെ, നല്ല ഐസ്ക്രീമും എല്ലാം കൂടി നല്ലതായിട്ട് ആ റോബസ്റ്റ പഴവും കൂടി ചേർന്ന് നല്ല ബ്ലെൻഡായിട്ട് നോക്കി. സ്ട്രോബെറി ഐസ്ക്രീം ആയതുകൊണ്ട് കുറേ കൂടി പിങ്കിഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഇപ്പോൾ സംഭവം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, ഗ്രേപ്പ് ജ്യൂസിനെ മറ്റൊരു ലെവലിലേക്ക് ഒരു മാജിക്കൽ ഡ്രിങ്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രേപ്സിൻ്റെ ഗ്രേപ്പ് പഞ്ച്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രേപ്സിൻ്റെ ഗ്രേപ്പ് പഞ്ച്. അത്യാവശ്യം ഒരു കുറുകലുള്ള നല്ല കൊഴുപ്പുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡ്രിങ്ക്. അപ്പോൾ നോമ്പ് തുറക്ക് ഇതിൽ പരം എന്താ വേണ്ടത്? നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട്, നല്ല എളുപ്പത്തിൽ, നല്ല രുചിയോടുകൂടി നിങ്ങളുടെ നോമ്പ് മുറിക്കാനായിട്ട് ആ സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയൊരു കാര്യമാണ്.
നല്ലതായിരിക്കും, ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് നമുക്ക് നേരത്തെ തയ്യാറാക്കാം, ആദ്യത്തെ ഭാഗം, എന്നിട്ട് അത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കുക. ഇത് നമ്മൾ നോമ്പ് തുറക്കുന്നതിന് ആ ഒരു സമയത്തിന് ഒരു അരമണിക്കൂർ മുന്നേ വല്ലതും ഇങ്ങനെ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് റോബസ്റ്റ പഴമായിട്ട് നന്നായിട്ട് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ടോട്ടലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്പ് ജ്യൂസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേപ്പ് സ്പഞ്ച് റെഡി. ആഹാ, എന്ത് രസമല്ലേ! ഇത് നല്ലൊരു പിങ്ക് കളറിൽ ഇരിക്കും. ഇനി ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിക്കട്ടെ. ഇനി ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഒഴിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഇതിൽ നിന്നും പകർന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് തിരിച്ചൊഴിക്കാം. ഇത് കുറേ ഉണ്ടാവും കേട്ടോ. എത്ര പേർക്ക് കഴിക്കാമെന്നറിയോ? ഇഷ്ടംപോലെ. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഗ്രേപ്പ് സ്പഞ്ച് റെഡി. ഇതിപ്പോൾ കുറച്ച് തണുപ്പേ ഉള്ളൂ. ഇത് സത്യത്തിൽ നല്ല തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ. ഇത് നോക്കിയേ, ഇത് നമ്മളുടെ ഗ്രേപ്പ് ജ്യൂസ് മാത്രമായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സിംബോളിക്. ഇത് അതിൽ നിന്നും വ്യത്യാസം. കുറച്ച് കുടിക്കട്ടെ. എന്താ ടേസ്റ്റ് അറിയോ? രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. എക്സലൻറ്റ്. ആവശ്യത്തിന് മധുരം, ഗ്രേപ്സിൻ്റെ ടേസ്റ്റ്, റോബസ്റ്റയുടെ ചെറിയൊരു ടേസ്റ്റ്, പ്ലസ് ഐസ്ക്രീം. ഇതുപോലെ ഒരു കാര്യം നമുക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല. ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. 1, 2, 3 ഇതുപോലെ 3, 4, 5 ഒരു 6 മുതൽ 8 പേർക്ക് വരെ. കുറച്ചുകൂടെ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 8 or 10 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും 1 കിലോ ഗ്രേപ്സിൽ. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഗ്ലാസ്സസ് ആണെങ്കിൽ ഒരു 10-15 പേർക്ക് വരെ കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം, ഗ്രേപ്പ് ജ്യൂസ് ഇതുപോലെ. എന്നിട്ട് വൈകുന്നേരം കുടിക്കാൻ സമയമാകുന്നതിന് തൊട്ട് മുന്നേ ഈ റോബസ്റ്റ പ്ലസ് ഐസ്ക്രീം മിക്സ് വെച്ച് അടിച്ചിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ എളുപ്പത്തിലുള്ളൊരു മാജിക്കൽ ഡ്രിങ്ക് ആയോ? ഇഷ്ടമായോ? ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, ഹെൽത്തിന് നല്ലത്, പ്ലസ് നല്ല സൗന്ദര്യത്തിനും നല്ലതാണ്. എല്ലാവർക്കും, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ നോമ്പ് തുറയുടെ ഭാഗമായിട്ട് ഈ ഒരു ഗ്രേപ്സ് കൊണ്ടുണ്ടാക്കി ഈ പഞ്ചും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതും ഒരു നിങ്ങളുടെ ഈ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാക്കാം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ കോവിഡ് സിറ്റുവേഷനിലൂടെ പോവാണ് എല്ലാവരും. പണ്ടത്തെ പോലെ ഇപ്പോൾ നോമ്പ് തുറ നടക്കുന്ന സമയത്ത് നമുക്ക് അതിഥികളെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ലിമിറ്റേഷൻസ്. എങ്കിലും കുടുംബാംഗങ്ങൾക്കൊപ്പം എല്ലാവരും വീട്ടിനകത്തുള്ള ആൾക്കാർ ഒന്നിച്ചിരുന്ന് നമുക്ക് ആചാരങ്ങളൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പരിപാലിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ആ നോമ്പിൻ്റെ സമയം എത്ര ദിവസമാണോ അത്രയും ദിവസം നമ്മൾ ആ ഒരു ചിട്ടയോടുകൂടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും ലൈറ്റ് ഫുഡിൽ നിന്നും തുടങ്ങി ഒരു ഹെവി ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുന്ന ഒരു രീതി. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണ് ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. എന്തായാലും സന്തോഷം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്തു തരിക. പിന്നെ വേണ്ടത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കറക്റ്റ് ഫീഡ്ബാക്സും കൂടി തരിക. അതെല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ആൻഡ് ബി പാർട്ട് ഓഫ് അവർ LN വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.